ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇത് സെക്കൻഡ് ചാനലിൽ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ വേണ്ടി പോകുന്നത്. മുഴുവനായിട്ടില്ല, എന്നാലും നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇനി മുതൽ നമ്മുടെ വ്ളോഗ്സും അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫും എല്ലാം നമ്മൾ സെക്കൻഡ് ചാനലിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വലിച്ചു നിടാണ്ട് വീഡിയോയിലോട്ട് പോയാലോ? പോകാം. അങ്ങനെ ഇവിടെ പത്രമൊക്കെ വന്നിട്ടുണ്ട്. പത്രം വായന എനിക്കൊരു ശീലമല്ല. ഇവിടെ പത്രം വായിക്കുന്നത് ഏട്ടനാണ്. അപ്പോൾ ഏട്ടനൊന്ന് പത്രമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ടൗണിലേക്കൊന്ന് പോവുകയാണ്. നമ്മുടെ ഒരു ബോക്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തോ സെറ്റപ്പ് ആക്കാനോ ശരിയാക്കാനോ എന്തോ വണ്ടി ഫിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് ഇനി പല്ലുതേപ്പൊക്കെയാണ്. കുറച്ച് കട്ടൻ കുടിക്കണം. രാവിലെ എഴുന്നേറ്റ് എനിക്ക് കട്ടനൊരു ശീലമാണ്. എന്നെപ്പോലെ കട്ടൻ ചായ ഭ്രാന്തികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അടുത്ത അടുക്കളയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അടുക്കളയിലേക്ക് പോയപ്പോൾ എനിക്ക് അടുക്കളയിലേക്ക് രാവിലെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജോലി ചെയ്യാനല്ല, ഇവിടെ ഭയങ്കര ലേറ്റാണ്. ഇവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്, ഈ ഒരു ഭാഗത്തായിട്ട് കേട്ടോ. അപ്പോൾ അടുക്കള അത്യാവശ്യം നല്ല വൃത്തിയിലാണ് കിടക്കുന്നത്, അധികം കച്ചറയൊന്നുമില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഈ പ്ലാന്റ്, മണി പ്ലാന്റ്, ഇതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല വെളിച്ചമുണ്ട്, നല്ല ക്ലാരിറ്റി ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ടേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഷോയൊക്കെ ഇറക്കി അതിന് ശേഷം ചായ വെക്കാനുള്ള പുറപ്പാടിലാണ്. പൈപ്പ് തുറന്ന് വെള്ളത്തിനൊക്കെ ഇവിടെ എന്താ പറയുന്നത്, ഭയങ്കര ക്ഷാമമാണ്. വെള്ളമൊക്കെ വറ്റി തുടങ്ങി കേട്ടോ. ഭയങ്കര ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായപ്പൊടി ഇട്ടു, പഞ്ചസാര ഇട്ടു. അങ്ങനെ ചായ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് പല്ലെല്ലാം തേച്ചു കേട്ടോ. പല്ല് തേച്ച് ഓടി വന്നു, എന്നാലേ നമുക്ക് ചായ കുടിക്കാൻ പറ്റുള്ളൂ. പല്ല് തേപ്പ് സ്ഥിരമൊന്നുമില്ല. അതായത് പല്ല് തേച്ചിട്ടേ ചായ കുടിക്കുമെന്നില്ല. കട്ടൻ ചായ പല്ല് തേക്കാതെ ഞാൻ രാവിലെ കുടിക്കാറുണ്ട് കേട്ടോ. ചില സമയം പല്ല് തേക്കും, ചില സമയം പല്ല് തേക്കില്ല, അങ്ങനെ കുടിക്കും. അങ്ങനെ നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തൊരു കപ്പിലേക്ക് മാറ്റി ബാലൻസ് ഉള്ള ചായ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അത് നിറയാൻ വേണ്ടി കുറച്ചുകൂടെ ചായ കപ്പിൽ നിന്ന് എടുത്ത് ഒഴിച്ചു കൊടുത്ത് ചൂടോട് കൂടിയിട്ട് ഞാൻ ചായ എടുത്ത് കുടിക്കാൻ വേണ്ടി പോവാണ്. ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ. എന്നെപ്പോലെ ഉള്ളവരുണ്ടാകും കട്ടൻ ചായ അഡിക്റ്റൊന്നുമല്ല, എന്നാലും എനിക്ക് രാവിലെ കിട്ടിയാൽ അത്രയും നല്ലതൊരു സുഖമായിരിക്കും. നിർത്തണം എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ നിർത്തും, പക്ഷേ എനിക്കതൊരു എനർജിയാണ്, എനർജി ഡ്രിങ്കാണ് ഗൈസ് കട്ടൻ ചായ. പിന്നെ വന്ന് ചായ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം മുടി ഒന്ന് എന്താ പറയുക ചിക്കെല്ലാം കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ രാത്രി ഈ ചൂടൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരമാണ് ഇപ്പോൾ കുളിയൊക്കെ. വൈകുന്നേരമൊന്നും അല്ല, ചിലപ്പോൾ രാത്രി ആവാറുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചായിരുന്നു കുളിച്ചിരുന്നത്. അതുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ചിക്കെല്ലാം കളഞ്ഞു. ചിക്ക് ജട എന്നൊക്കെ പറയാട്ടോ. രണ്ട് സൈഡിലേക്ക് മുടിയൊക്കെ ഇട്ട് ഇതൊന്ന് ചീകി വൃത്തിയാക്കി ആദ്യം ഒന്ന് മുകളിലേക്ക് കെട്ടി വെച്ചാൽ പിന്നെ എന്താ പറയുന്ന ഒരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ മുടിയിലുള്ള കെട്ടെല്ലാം ആദ്യം കളഞ്ഞു. നമുക്ക് എന്താ പറയുന്നത്, ഇനി അതൊന്ന് മുകളിലേക്ക് കെട്ടി വെക്കാം. അപ്പോൾ പിന്നെ മുടി ആദ്യം തന്നെ ഈ ചിക്കെല്ലാം കളഞ്ഞ് മുകളിലോട്ട് കെട്ടി വെച്ചാൽ ഒരു ആശ്വാസമാണ് കേട്ടോ. ഭയങ്കര ചൂടും കൂടെ അല്ലേ. പൊതുവേ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്ന ഒരു സുഖമാണ് ഈ വീട്ടമ്മമാർക്കൊക്കെ കേട്ടോ. ഇങ്ങനെ കെട്ടി വെച്ചാൽ നമ്മളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മുടിയാണ് ആദ്യം പിടിച്ച് ഇങ്ങനെ കെട്ടി വെക്കുക. അപ്പോൾ ഞാനും അതുപോലെ തന്നെ മുടിയെല്ലാം പിടിച്ച് വാരി കെട്ടി വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ ജോലികളിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലികളൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നിന്നിട്ടുള്ള ഈ ചായ വെപ്പ് അതുപോലെ ലൊട്ടിലൊടുക്ക് പണികളെ ചെയ്യാറുള്ളൂ. ഒന്നും ഞാൻ ഹെവി ആയിട്ട് ചെയ്യാറില്ല. പിന്നെ എൻ്റെ ടോപ്പ് പൊന്തി നിൽക്കുന്നത് നോക്കണം. ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വയറിൽ എപ്പോഴും ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെൽറ്റ് അങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ടാണ് ടോപ്പ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി. മുടി അത്യാവശ്യമൊക്കെ കൊഴിയുന്നുണ്ട് എന്നാണ് ഞാൻ കാണിച്ചത്. അതിന് ശേഷം നമ്മുടെ ചായ ഇവിടെ ചൂടാറിയിട്ടില്ല, എന്നാലും നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഊതി ഞാനിവിടെ ആസ്വദിച്ചിരുന്ന് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റൂമിൽ വന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാളൊന്നും ഒട്ടും വെളിച്ചമല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് നല്ല വെളിച്ചത്തിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഹാളിൽ നിന്നായിരിക്കും ചായ കുടിക്കുക, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നായിരിക്കും കുടിക്കുക. അപ്പം പിന്നെ ഇവിടെ നല്ല വെളിച്ചമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കുടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ വെച്ച കറിയൊക്കെ ഒന്ന് ചൂടാക്കാണ്. പരിപ്പും അതുപോലെ മുരിങ്ങയിലയും കൂടെയാണ് കറി വെച്ചിരുന്നത്. ഒരു താളിക്കാന്ന് പറയില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മോരുകറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ രാവിലത്തേക്ക് ഇന്ന് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പൂരിക്കുള്ള മാവെല്ലാം ഇവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇവിടെ കുഞ്ഞു പൂരിയാണ് എല്ലാവർക്കും ഇഷ്ടം. അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ വലിയ പൂരിനെക്കാട്ടും ഇഷ്ടം കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്ന പൂരികളാണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ മുറൊക്കെ വെച്ച് അതിൽ പേപ്പറെല്ലാം വിരിച്ച് ഇങ്ങനെ എല്ലാം സെറ്റാക്കി പരത്തി ഇവിടെ വെക്കുന്നുണ്ട്.
പിന്നെ ഇനി അതിന് ശേഷം നമുക്ക് ചൂടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ദേ പപ്പടം പോലെ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ട് ഇത്ര വലിപ്പമുള്ളൂ. എൻ്റെ പല വീഡിയോസിലും പൂരിയുടെ വലിപ്പം കണ്ടിട്ട് എന്താ ചേച്ചിയുടെയൊക്കെ പൂരി ഇത്ര ചെറുതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൈ കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞിത് കാണുമ്പോൾ അവർക്കൊരു ക്യൂട്ട്നെസ്സാണ് ആ പൂരിനോട്. അപ്പോൾ അവരങ്ങനെ കഴിച്ചോളും. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേ അങ്ങനെ പൂരിയെല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ നമ്മൾ ചുട്ടുട്ടോ. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് ചാനൽ ഫസ്റ്റത്തെ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് ആണിത്. ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾ ഇനി മുതൽ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി മുതൽ എല്ലാ വീഡിയോസും ഇതിലേക്കായിരിക്കും, വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും എല്ലാം ഇതിലേക്കായിരിക്കും വരിക. എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ ചാനലിലൂടെയാണ് ഇനി ഷെയർ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ചാനലിൽ നമ്മൾ ഇടും, പക്ഷേ എന്നാലും കൂടുതൽ ഇതിലായിരിക്കും. ഫസ്റ്റ് ചാനൽ സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഞാൻ കറിയൊന്നും എടുത്തിട്ടില്ല. എനിക്ക് പൂരി ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം. നല്ല ചൂടുള്ള കട്ടൻ ചായയും പൂരി വെറുതെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. പൊറോട്ടയാണെങ്കിലും എനിക്ക് പൊറോട്ടയും കട്ടൻ ചായയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായ ഇവിടെ എടുത്ത് 3 പൂരി എടുത്ത് ഞാനിവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂരീൻ്റെ കൂടെ ഇങ്ങനെ കറിയൊന്നും വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കറി ഉണ്ടെങ്കിൽ നല്ല ചിക്കൻ കറിയോ ബീഫൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ പരിപ്പും മുരിങ്ങയിലേക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം മസിൽ മേടിച്ചിട്ട് ഞാൻ വിചാരിച്ച് കട്ടൻ ചായ തന്നെ ശരണം, അത് മതി. അതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്, എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടിരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എനിക്ക് സീരീസ് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്, സീരീസ് എടുക്കണം. അതുപോലെ തന്നെ വ്ളോഗ് എഡിറ്റിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുണ്ണി മൂത്തവൻ ഇവിടെ പല്ലൊക്കെ തേച്ച് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നത് പൂരി വേണ്ട, നമ്മൾ രാവിലെ തന്നെ ഈ ശർക്കര വരട്ടിയില്ല അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് എന്നെ കൊണ്ട് വാങ്ങി. പല്ല് കണ്ടതൊന്നും കൊടുക്കാൻ തോന്നില്ല, എന്നാലും അതിൽ ബെല്ലം മാത്രം ഇങ്ങനെ നക്കി തിന്നിട്ട് ബാക്കിയൊക്കെ അവൻ അവിടെ ഇടും കേട്ടോ. അങ്ങനെ പൂരി വേണ്ടെന്നാണ് രാവിലെ പറയുന്നത്. ഇളയവനാണെങ്കിൽ ഇവിടെ ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തുള്ള കളിയാണ് കേട്ടോ. ഒരു ബാഗും തൂക്കിയിട്ടുള്ള കളിയാണ്. മുറ്റത്ത് എത്ര വിളിച്ചിട്ടും കയറി വരുന്നില്ല. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവനെങ്ങനെ ശ്രദ്ധിച്ചോളും. അപ്പോൾ ഞാൻ കുറേ വിളിക്കുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട് വരില്ലമ്മേന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ രാവിലത്തെ വിശേഷം. ഹായ് ഗൈസ്, അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഫേസിൽ ചെറിയൊരു മാറ്റം കാണാം. കണ്ണ് കണ്ടില്ലേ, ചുവന്ന് അങ്ങേ കലങ്ങിയിരിക്കുന്നുണ്ട്. അലർജിയുടെ പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു വീഡിയോ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റാണ്. അപ്പോൾ അത് പറ്റിയിട്ടില്ല. അപ്പം മുതലേ തുമ്മാൻ തുടങ്ങുന്നുണ്ട്. തുമ്മി ലാസ്റ്റ് കണ്ണ് ചൊറിയുന്നു. അലർജിയാണ് കേട്ടോ. അലർജിയുടെ പ്രശ്നമുണ്ട്, അതാണ് കണ്ണിങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാനിന്നിപ്പോൾ സീരീസ് ഷൂട്ട് ചെയ്യണം. ഇതിന് ശേഷം ഇനിയിപ്പോൾ പരിപാടികളൊന്നുമില്ല. സീരീസ് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഈ കണ്ണ് കണ്ടില്ലേ, ഇതിനി എപ്പോഴാണ് കലങ്ങി റെഡിയാവുക എന്നറിയില്ല. ഒരു അലർജിയുടെ ഗുളിക കുടിക്കണം, എന്നാലേ ഇപ്പോൾ സെറ്റാവുള്ളൂ. അപ്പോൾ ഞാനത് വിചാരിച്ചു ഇനിയിപ്പോൾ സീരീസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ കണ്ണ് പണി തന്നു ഗൈസ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡ് ചാനലാണ്. കണ്ണിലെഴുതാം. ഇത് നമ്മളുടെ സെക്കൻഡ് ചാനലാണ്. അമ്മ എഴുതാം, കണ്ണിലെഴുതാൻ കൊണ്ടുവന്നിരിക്കും. ഇപ്പം കണ്ണിലെഴുതാൻ നല്ല രസം. വേണ്ട മോൻ പിടിച്ചോ. അപ്പോൾ തുമ്മിട്ട് ജലദോഷം പോലെയൊക്കെ കുറേ വട്ടം തുന്നിട്ടോ. പിന്നെ തന്നെ നമ്മളത് സെക്കൻഡ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്തത് വ്ളോഗ് മാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ വ്ളോഗ് മാത്രമായിരിക്കും ഇടുക. ഫസ്റ്റ് ചാനലാണ് നമ്മൾ മെയിൻ ചാനൽ. അപ്പോൾ അതിൽ ചെറിയ വ്ളോഗും ഉണ്ടാവും, സീരീസ് ആയിരിക്കും. ഇനിയിപ്പോൾ 2 സീരീസ് സ്റ്റാർട്ട് ചെയ്തല്ലേ, അപ്പോൾ അതിൽ കൂടുതൽ സീരീസ് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക. ഈ ചാനലിലാണ്. വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനലിലായിരിക്കും ഞാൻ വ്ളോഗൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ്. ഇനി അങ്ങോട്ടേക്ക് എന്താ പറയുക, വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നാമത് എനിക്ക് സീരീസ് കുറേ പെൻഡിങ് ആണ്. അപ്പോൾ സീരീസ് കുറച്ച് ഷൂട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ എടുക്കാൻ പറ്റില്ല, കണ്ണും പണി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പറ്റുന്ന പോലെ ഇനിയിപ്പം ഒന്നൊരു അലർജിയുടെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഗുളിക വാങ്ങിക്കൊടുക്കാൻ. അത് കുടിച്ചിട്ട് കണ്ണൊന്ന് സെറ്റാക്കിയിട്ട് വേണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ചാനൽ എല്ലാവരും വ്ളോഗ് ഇഷ്ടപ്പെടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. 2 ചാനൽ, കാരണം കുറേ കൂട്ടുകാർ ചോദിച്ചു എന്തിനാ ചേച്ചി ഒരു ചാനൽ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ എന്തിനാപ്പോൾ രണ്ടാമതൊരു ചാനൽ ചെയ്തു. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചു എന്തിനാ ചേച്ചി ഒരു ചാനൽ കഷ്ടപ്പെട്ടിട്ട് 1 lakh സബ്സ്ക്രൈബേഴ്സൊക്കെ ക്രോസ് ചെയ്ത് എന്നിട്ട് എന്തിനാപ്പോൾ നെക്സ്റ്റ് ചാനലിൽ. നമുക്ക് എപ്പോഴും ഒരു 2 ചാനലുള്ളത് നല്ലതാണ്. കാരണം ഒരെണ്ണം പോയാലും ഒരെണ്ണം ഉണ്ടല്ലോ, ഏത് നിമിഷം വേണമെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ പോകാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനു മുമ്പേ യൂട്യൂബ് തുടങ്ങുമ്പോഴേ പറഞ്ഞു, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ പറഞ്ഞു ഒരു ചാനൽ കൂടെ തുടങ്ങി വെച്ചോ എന്നൊക്കെ. അപ്പം ഞാൻ ആ ഒരു സമയം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ സീരീസും വ്ളോഗും കൂടെ ഒരു ചാനലിൽ ഇടുന്ന സമയത്ത് സീരീസിന് നല്ല റീച്ച് കിട്ടുന്നു, വ്ളോഗ് ഇടുമ്പോൾ പറ്റ് ഡൗൺ ആവുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഗ്രാഫ് ഒരു സുഖമില്ല. അതായത് ഹൈ ആയിട്ട് ലോ ആവുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് വേണ്ട. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരേ ലെവലിൽ പോവുക.
ഇത് വ്ളോഗിന് പറ്റ റീച്ച് പറയുന്ന പോലെ. പിന്നെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരായിരുന്നു നമ്മുടെ ചാനൽ അധികം ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ വ്ളോഗ് ഇടാണ്ട് സീരിയസിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പം വ്ളോഗ് കാണുന്നവരെല്ലാവരും അതൊക്കെ നമ്മുടെ ചാനലിൽ നിന്ന് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഫുൾ സീരിയസ് ആവുന്നുണ്ട് ഇതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തൊരു ചാനൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഇനി മുതൽ വരുന്ന വീഡിയോസൊക്കെ നല്ല അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് ഡെയിലി വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ എല്ലാ കൂട്ടർക്കും ചാറ്റാ.